ഇതെന്താമ്മ ഇത്? അമ്മ മോന് വയറു നിറയെ പായസം തരാം കേട്ടോ. ചൂടാറട്ടെ. എപ്പോഴാ ആറുന്നേ? ഇപ്പൊ തന്നെ. നമുക്കതിനു മുൻപ് നല്ല ഉടുപ്പൊക്കെ ഇടാം. പായസം കുടിക്കാൻ എന്തിനാമേ നല്ല ഉടുപ്പ്? വേണം മോനെ, ഈ പായസം കുടിക്കാൻ നല്ല ഡ്രസ് വേണം. നമ്മൾ ഒത്തിരി പേര് കാണേണ്ടതാ. അമ്മ എന്തിനാ കരയുന്നേ? അമ്മയ്ക്ക് വേണ്ടേ? ഇങ്ങനെ കുടിപ്പിച്ചിട്ട് അമ്മ കുടിക്കാം. നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു. നീ ഇത്രത്തോളം ചെയ്യുന്നു നമ്മൾ വിചാരിച്ചില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഇനി സമ്മതിക്കൂല. പടച്ചോൻ കൊടുത്ത് ഉയരൊടുക്കാൻ മനസ്സിന് അധികാരമില്ല മോളെ. മോള് വാ വാ. വാ മോളെ. വരൂ. വരൂ. എന്താ താക്കോല് കാണാനില്ലേ? കാണുന്നില്ല. വേണ്ട. ഏതാ? ആ താങ്ക് യു. ഗുഡ് ബൈ. നിൽക്കൂ. ഇനിയെങ്കിലും പറയൂ, എന്നെ കൊല്ലാൻ ആവശ്യപ്പെട്ടതാരാണ്? സോറി മിസ്റ്റർ പ്രശാന്തൻ, ട്രേഡ് സീക്രട്ട് ഞങ്ങൾക്ക് വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ, അത് മതി. എന്താ സാറേ? ഇവിടെ താമസിച്ചിരുന്നവരൊക്കെ ഇവിടെ പോയി. അവരിവിടുന്ന് പോയിട്ട് ഒത്തിരി നാളായി. അത് ഈ വീട്ടിൽ ആരുമില്ലേ? മായയും കൊച്ചിനെയും താജുദ്ദീൻ കാക്ക മലബാറിന് കൊണ്ടുപോയി.
താജുദ്ദീൻ കാക്കയുടെ മേൽവിലാസ് ആർക്കെങ്കിലും അറിയാവോ അമ്മച്ചി? ദാ ആ കൊച്ചുഗോപാലന്റെ കടയിൽ ചോദിച്ചാൽ അറിയാം. താജിക്ക, താജിക്ക, താജിക്ക. മോനെ ഇതും കൂടെ തിന്ന് മോനെ അങ്കിളുകൊണ്ട് സിനിമ കാണിച്ചുതരാം. ആ വായത്തോക്കെ അങ്ങനെ അങ്ങനെ. ആ മിടുക്കൻ കുട്ടി. മോനെ, മോനെ, അള്ളാ, ഇതാര് മേനോൻ കുട്ടിയോ? നീ എവിടെയായിരുന്നു മോനെ? അല്ല, ഇതാരാന്നറിയോ എനക്ക്? നമ്മൾ മയ്യത്തായിന്ന് കരുതിയ നമ്മളെ മോൻ ലത്തീഫ്. മായമോളെ, ഇവളെവിടെ പോയി? ആ മായമോളെ. മിസ്റ്റർ പ്രശാന്തൻ, ഒരു മിനിറ്റ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എല്ലാം ആളറിയാതെ പറ്റിപ്പോയതാണ്. ബോംബെയിൽ ഞാൻ ആരായിരുന്നു എന്നുള്ള വിവരം ദയവ് ചെയ്ത് എന്റെ ബാപ്പയോട് പറയരുത്. ലത്തീഫ് എങ്ങനെ ജോലിദാതയായി? ഞാൻ ചുരുക്കി പറയാം. ഗൾഫിലെത്താനുള്ള മോഹവുമായി ബോംബെയിലേക്ക് വണ്ടി കയറിയതാണ് ഞാൻ. പക്ഷെ വിസ തട്ടിപ്പിൽ ഞാനും പെട്ടുപോയി. എതിർത്ത എന്നെ അവർ കൊല്ലാൻ ശ്രമിച്ചു. രക്ഷപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉവ്വ്. എന്നിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ ദാതയായി മാറി. പക്ഷേ വീട്ടിലേക്ക് ഒന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ തന്ന തുക വീട്ടിലേൽപ്പിച്ച് മടങ്ങാമെന്ന് ഞാൻ കരുതി. പക്ഷേ എന്റെ ബാപ്പയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകനോടാണ് ഞാനിത് ചെയ്തത് എന്നോർക്കുമ്പോ സാരില്ല ലത്തീഫ്, നിങ്ങൾ എന്നെ കൊന്നില്ലല്ലോ. എന്നെ കൊല്ലാൻ ഏൽപ്പിച്ചതാരാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ? ജയരാജൻ. എന്റെ പ്രശാന്തേട്ടാ, ഇത്രയും കാലം ഞാൻ മായ, കരയാതിരിക്കും മായ. ചക്കിമോൾ എവിടെ? ചക്കിമോളെ അച്ഛൻ കൊണ്ടുപോയി. അവരച്ഛനും മോളും ജയരാജനെല്ലാം എസ്റ്റേറ്റ് ബംഗ്ലാവിലാണ് ഇപ്പൊ താമസം.